നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഇരിട്ടി ജബ്ബാർ കടവിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ബാർബർ ഷോപ്പിലെ മാലിന്യം കൊണ്ടുവന്ന് തള്ളി. ഇരിട്ടി ടൗണിൽ റോഡരികിൽ വിൽപ്പനയ്ക്ക് വെച്ച വാക്കത്തിയെടുത്ത് വ്യാപാരിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡ് റോഡിലെ ഫാഷൻ വേൾഡ് വസ്ത്രാലയം പാർട്ട്ണറായ ഉവ്വാപ്പള്ളി സ്വദേശി പി ഷാജിക്കാണ് വെട്ടേറ്റത്. വയനാട്ടിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ ഓടിക്കാൻ പോയ രാജീവ് മരിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ രാജീവിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചതായി കണ്ടെത്തി. പയ്യന്നൂരിൽ TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മത്സരിക്കാൻ ഉറച്ച് CPM വിമതർ. നഗരസഭാ അംഗം C വൈശാഖിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. മദ്യലഹരിയിൽ യുവാവ് സ്റ്റുഡിയോയും ബ്യൂട്ടി പാർലറും എറിഞ്ഞു തകർത്തു. കോഴിക്കോട് NIT ക്യാമ്പസിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. ആക്രമണത്തിൽ NITയിലെ വിദ്യാർത്ഥിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായുള്ള കുത്തിയോട്ട ചടങ്ങിനെത്തിയ ബാലന്മാർക്ക് സൗകര്യം ഒരുക്കിയില്ലെന്ന് പരാതി. കുട്ടികൾക്ക് കിടക്കുന്നതിന് സ്ഥലമോ കുടിക്കാൻ നല്ല വെള്ളമോ ലഭ്യമായില്ലെന്നാണ് പരാതി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ തള്ളാതെ സിനിമാ താരം രമേശ് പിഷാരടി. ചെന്നൈ നഗരത്തിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി നിയമ വിദ്യാർത്ഥിനി മരിച്ചു. പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിനിയായ 21 വയസ്സുള്ള ജിനുവാണ് മരിച്ചത്. നവവരൻ നിക്കാഹ് കഴിഞ്ഞ വീട്ടിൽ ഒളിപ്പിച്ച MDMA പോലീസ് കണ്ടെടുത്തു. വീടിന്റെ മുകളിലെ നിലയിൽ മണിയറയിലെ ബാത്റൂമിലാണ് MDMA ഒളിപ്പിച്ചിരുന്നത്. സംഭവം തിരൂരിൽ. ഇരിക്കൂറിൽ വൻ തീപിടുത്തം. ഇരിക്കൂർ നിലാമുറ്റം പള്ളിക്ക് സമീപത്തെ കുന്നിൻ പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം തുടരുന്നു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ആരോഗ്യം ശ്രദ്ധിച്ചില്ല. രോഗം വന്നയാൾ അപരാധിയല്ല. ഡോക്ടർ MK മുനീർ. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. മരിച്ചവരിൽ 181 കുട്ടികൾ. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പും മനുഷ്യക്കടത്തും. 30ഓളം പരാതികൾ രംഗത്ത്. മലപ്പുറത്തെ ട്രാവൽ ഏജൻസിക്കെതിരെ കേസെടുത്ത് പോലീസ്. അങ്കമാലിയിലെ അപകടം. ജാസ്ലിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം കണ്ടെത്തി. പ്രതികളെ പോലീസ് പിടികൂടാത്തതിൽ പ്രതിഷേധം. പരമ്പരാഗത ശക്തി കേന്ദ്രമായ മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ മികച്ച ഒരു തിരിച്ചുവരവാണ് UDF ഇത്തവണ ലക്ഷ്യമിടുന്നത്. മറുപക്ഷത്ത് ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് LDFും മണ്ഡലത്തിൽ പോരാട്ടത്തിനിറങ്ങുന്നു. TVK അധ്യക്ഷനും നടനുമായ വിജയിയുടെ റാലിക്കിടെ വീണ്ടും അപകടം. അപകടത്തിൽ 2 സ്ത്രീകളടക്കം 6 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഈങ്ങാപ്പുഴ ഇസ്ലാഹി സെന്റർ പള്ളിയിൽ മോഷണം. വിശ്വാസികൾ പണം നിക്ഷേപിക്കുന്ന പെട്ടി തുറന്നാണ് കവർച്ച നടത്തിയത്. പ്രശ്നപരിഹാരത്തിനെത്തി സൗഹൃദം. പൂജാരിയുടെ വീട്ടിൽ നിന്ന് 12 പവൻ മോഷ്ടിച്ചു വിറ്റു. 26കാരി അറസ്റ്റിൽ. തൃശൂരിൽ യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ജിം ട്രെയിനർ അറസ്റ്റിൽ. കണിമംഗലം F2 ജിം നടത്തിപ്പുകാരൻ അജ്മലാണ് അറസ്റ്റിലായത്. പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ G സുധാകരനെ അനുനയിപ്പിക്കാൻ പ്രാദേശിക നേതൃത്വം. തൃശൂരിൽ വീട് കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ 8 പേർ അറസ്റ്റിൽ. സ്പാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് എത്തിയത്. കോയമ്പത്തൂർ മംഗലാപുരം സ്വദേശികളായ 5 യുവതികളും 3 പുരുഷന്മാരുമാണ് അറസ്റ്റിലായത്. കുട്ടിയെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് വയറ്റിലിടിച്ചു. നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരൻ്റേത് കൊലപാതകം. കുറ്റം സമ്മതിച്ച് അച്ഛൻ. മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത പരിപാടിയിൽ ജനപങ്കാളിത്തം കുറവായിരുന്നുവെന്ന് വ്യാജ പ്രചാരണം. മന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ വേദിയിലും സദസ്സിലും വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നായിരുന്നു പ്രചാരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് ജാമ്യം. കുവൈറ്റിൽ താമസ സ്ഥലത്ത് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് 11 വയസ്സുകാരി മരിച്ചു. ദുബായ് US കോൺസുലേറ്റിനു നേരെ ഇറാന്റെ ആക്രമണ ശ്രമം. ആക്രമണത്തെ അനുകൂലിച്ചവർ ബഹ്റൈനിൽ പിടിയിൽ. മേയറുടെ ഇടപെടലിന് പിന്നാലെ കടുപ്പിച്ച് V ശിവൻകുട്ടി. ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ സർക്കാർ സ്കൂളിലെ അനധികൃത പാർക്കിംഗ് പിരിവിൽ കർശന നടപടിക്ക് നിർദ്ദേശം. മദ്യപാനം എതിർത്ത അച്ഛനെ കോടാലിക്ക് വെട്ടിക്കൊന്ന് ടാങ്കിലിട്ട ശേഷം ബിരിയാണി കഴിച്ച് ആഘോഷം. 25കാരനെ വിളിച്ചുണർത്തി പോലീസ്. ജോലി വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനിരയായ കുടുംബം നടത്തിയ പ്രതിഷേധത്തിന് നേരെ
കോൺഗ്രസ് പ്രവർത്തകരുടെ അതിക്രമം. സംസ്ഥാനം വീണ്ടും പരീക്ഷാ ചൂടിലേക്ക്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും. 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. പേരാവൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപം ചിക്കൂസിൽ കണിയാട്ടിൽ അബ്ദുള്ള നിര്യാതനായി. 74 വയസ്സായിരുന്നു. കരിക്കോട്ടക്കരിയിലെ റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപകൻ AJ ജോസഫ് ആലപ്പാട്ട് നിര്യാതനായി. 60 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ: ഗ്രാമിന് 285 രൂപ കുറഞ്ഞ് 15,080 രൂപയും പവന് 2,280 രൂപ കുറഞ്ഞ് 1,20,640 രൂപയുമായി. വെള്ളിക്ക് 295 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം: റബ്ബർ 214, ലോട്ട് 199, ഒട്ടുപാൽ 135, കുരുമുളക് 670, അടയ്ക്ക 400, കശുവണ്ടി 158, തേങ്ങ 53, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 125. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.